വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരു ആത്മാവുമായിരുന്നു. ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല. എല്ലാം പൊതു സ്വത്തായിരുന്നു. അപ്പോസ്തലന്മാർ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിനും വലിയ ശക്തിയോടുകൂടി സാക്ഷ്യം നൽകി. അവരുടെ എല്ലാവരുടെ മേൽ കൃപാവരം സമൃദ്ധമായിട്ട് ഉണ്ടായിരുന്നു. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 32-33 തിരുവചനങ്ങൾ. വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരു ആത്മാവുമായിരുന്നു. അനുദിനം അവരെല്ലാവരും ഒരുമിച്ചുകൂടി പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ മേൽ കൃപാവരം സമൃദ്ധമായിട്ടുണ്ടായിരുന്നു. 2-3 പേർ എവിടെ ഒരുമിച്ച് കൂടുന്നു അവരുടെ മധ്യത്തിൽ യേശുവുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ നാം ഒരുമിച്ചുകൂടി പ്രാർത്ഥിക്കുമ്പോൾ അതിന് വലിയ ശക്തിയുണ്ട്, വലിയ പവറുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം കടന്നു വരുന്നുണ്ട്. ഒരുമിച്ചുകൂടി പ്രാർത്ഥിക്കാം. ഒരു ഹൃദയവും ഒരാത്മാവുമായിട്ട് മാറാം. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും സമൃദ്ധമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരട്ടെ. പ്രാർത്ഥനാ ഗ്രൂപ്പിനോടും കൂട്ടായ്മയോടും ചേർന്ന് നാം മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ കൂടുതൽ കൃപയിൽ നമ്മൾ വളരുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം നാം അനുഭവിക്കുകയാണ്. പ്രാർത്ഥനയിൽ വളരാം. സഭാമക്കളോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ കൃപാവരം സമൃദ്ധമായിട്ട് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ. ദൈവത്തോട് പ്രാർത്ഥിക്കാം.